ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ജനറൽ റീഡിംഗ് ആയിട്ടാണ് നോക്കാൻ പോകുന്നത്. പൈലൊന്നും വെച്ചിട്ടില്ല, ഒരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം, നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മാറ്റം വരാത്തത് എന്താണ്, അതിനുള്ള റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ ഇങ്ങനെ ഒരു റീഡിംഗ് ചെയ്യാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വരുന്ന പേഴ്സണൽ റീഡിങ്സിനാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ കാരണം അവർ പേഴ്സണൽ റീഡിങ്ങിന് ഇവർ തന്നെ വന്നിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് എന്താണ് ഒരു മാറ്റം സംഭവിക്കുന്നത്, ലൈഫ് എന്താണ് ഇങ്ങനെ ഒരു ലൂപ്പിൽ പെട്ട് പോകുന്നത്, അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻ. അതൊക്കെ കാരണം ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു റീഡിങ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എന്താണ് മാറ്റം വരേണ്ടത്, നിങ്ങളുടെ ലൈഫിലിട്ട് വരേണ്ട മാറ്റങ്ങൾ എന്താണ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ കുറച്ച് കാർഡ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ നോക്കാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ലൂപ്പിൽ പെട്ട് കിടക്കുവാണോ? മേ ബി നിങ്ങളൊരു ലൂപ്പിൽ പെട്ട് കിടക്കുമായിരിക്കാം. ഒരു റിലേഷൻഷിപ്പിൻ്റെ ലൂപ്പിലായിരിക്കാം, മേ ബി നിങ്ങളുടെ കരിയർ ലൂപ്പിലായിരിക്കാം, മേ ബി നിങ്ങളൊരു അഡിക്ഷൻ ആയിരിക്കാം, എന്തെങ്കിലും ഒരു അഡിക്ഷൻ നിങ്ങളെ അതിലോട്ട് കൊണ്ടിടുന്നതായിരിക്കാം. മേ ബി ഒരു കള്ളുകൂടിയായിരിക്കാം, സിഗരറ്റ് വലിയായിരിക്കാം, കഞ്ചാവടിയായിരിക്കാം. അങ്ങനത്തെ ഉള്ള ഒരു ലൂപ്പിൽ പെട്ട് കിടക്കണം. മേ ബി ഒരു റിലേഷൻ ആയിരിക്കാം, മേ ബി അച്ഛൻ്റെ ലൂപ്പായിരിക്കാം, അമ്മയുടെ ലൂപ്പായിരിക്കാം, ഫാമിലിയുടെ ലൂപ്പായിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ലൂപ്പ് കണ്ടെത്താൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുകയാണോ? മേ ബി നിങ്ങൾക്ക് അടുത്ത വഴി എന്താണെന്ന് അറിയാം, പക്ഷെ നിങ്ങൾക്ക് അതിലോട്ട് കടക്കാൻ പറ്റുന്നില്ല, അതിലോട്ട് കയറാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആരോ സമ്മതിക്കുന്നില്ല. നിങ്ങൾ ഇപ്പോഴും ആ ഒരു ലൂപ്പിൽ തന്നെ പെട്ട് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് അതിലോട്ട് കിടക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൂപ്പ്, നിങ്ങളുടെ അടുത്തുള്ള കാര്യങ്ങളിലോട്ട് പോകണമെന്നുണ്ട്, പക്ഷെ നിങ്ങളെ പിന്നിലോട്ട് വലിക്കുന്ന എന്തോ ഒരു സംഭവമുണ്ട്. മേ ബി ഇതിൻ്റെ ഒരു മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചേക്കുന്ന സിറ്റുവേഷൻസ് അങ്ങനെയാണ്. നിങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചേക്കുന്ന നിങ്ങളെ പോയ വഴികൾ, നിങ്ങളുടെ ഒരിക്കലും നിങ്ങളെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം നിങ്ങളെയും കുറ്റം പറയാൻ പറ്റത്തില്ല, നിങ്ങളെ ബ്രെയിനെയും കുറ്റം പറയത്തില്ല, നിങ്ങളുടെ സോളിനെയും കുറ്റം പറയാൻ പറ്റത്തില്ല. മേ ബി അത് നിങ്ങളുടെ സാഹചര്യമായിരിക്കാം, നിങ്ങളുടെ സിറ്റുവേഷൻ ആയിരിക്കാം. അതിൽ മറ്റ് നിങ്ങൾ പൊരുത്തപ്പെട്ട് പോകുമ്പോഴത്തേക്കായിരിക്കാം, ഒരു സേഫ് സോണിൽ പോകുന്ന സമയത്താണ് നിങ്ങൾക്ക് ഇങ്ങനത്തുള്ള സിറ്റുവേഷൻ വരുന്നത്. നിങ്ങൾ ആ സേഫ് സോൺ വലിച്ചെറിയണം, അതിൽ നിന്ന് കടക്കണം, അതിൽ നിന്ന് പൊട്ടിച്ച് ആ ഒരു സേഫ് സോൺ വിട്ട് കടക്കണം. കാരണം കുറേ അധികം പ്രശ്നങ്ങൾ തരണം ചെയ്യണം. ഇപ്പം ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ പെട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ, ആ റിലേഷൻഷിപ്പിൽ നിന്നും ഇറങ്ങാനുള്ള ടൈം ആയെന്ന് നിങ്ങൾക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇറങ്ങണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാണ്ട് ആ ഒരു ലൂപ്പിൽ പെട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് അറിയാൻ പറ്റാണ്ട് നിങ്ങൾ അതിൽ തന്നെ പെട്ട് കിടണം. നിങ്ങൾക്ക് അതിൽ തന്നെ കുറേ അധികം വഴികൾ പോകാൻ കാണും. മേ ബി നിങ്ങൾക്ക് അടുത്ത സഞ്ചരിക്കാനുള്ള വഴി എത്തിക്കാണും, പക്ഷെ നിങ്ങൾ പോവാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. നിങ്ങൾ അതിൽ തന്നെ നിന്ന് പെട്ടുപോകുന്നൊരു സിറ്റുവേഷൻ ആയിട്ട് കാണാൻ പറ്റും. റിലേഷൻഷിപ്പ് ആയിരിക്കാം, മേ ബി നിങ്ങളെ തന്നെ നശിപ്പിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, നിങ്ങളുടെ ചിന്താഗതി. മേ ബി അതൊരു ഫോൺ അഡിക്ഷൻ ആയിരിക്കാം, മേ ബി നിങ്ങളുടെ അച്ഛൻ അമ്മ ആയിരിക്കാം, മേ ബി നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം, മേ ബി നിങ്ങളുടെ വൈഫ് ആയിരിക്കും, മേ ബി നിങ്ങളുടെ ബിസിനസ് ആയിരിക്കാം, നിങ്ങളുടെ കരിയർ ആയിരിക്കാം, എന്തുമാകാം. ആ ഒരു ലൂപ്പിൽ നിന്നും ഇറങ്ങണം. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ലൂപ്പ് നിങ്ങൾ കണ്ടുപിടിച്ച് അതിലോട്ട് പോകണം എന്നാണ് എനിക്ക് പറയുന്നത്. മേ ബി നിങ്ങൾ അങ്ങനത്തെ ഒരു ലൂപ്പിൽ പെട്ടുപോയി കാണും. ഇപ്പോൾ ഇപ്പം എൻ്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ കൊച്ചുങ്ങളെയൊക്കെ നമ്മൾ വളർത്തിയെന്നുണ്ട്, അവർ നമ്മുടെ ലൂപ്പിലായിരിക്കും. നമ്മൾ പറയുന്ന കണക്ക് നമ്മുടെ ജീൻ, അച്ഛൻ അമ്മ, അവരുടെ ജീനിലായിരിക്കും നമ്മൾ പൊക്കിക്കൊണ്ടിരിക്കുന്നത്. മേ ബി കൊച്ചു പിള്ളേരൊക്കെ നമ്മളെ വളർത്തുന്ന സമയത്ത് അവർ നമ്മുടെ ലൂപ്പിലായിരിക്കും. നമ്മൾ പറയുന്ന എല്ലാം കേട്ട്, നമ്മൾ പറയുന്ന എല്ലാം അനുസരിച്ച്. അതൊരു 18 വയസ്സാകുമ്പം അത് കടക്കണം. ആ ഒരു ലൂപ്പിൽ തന്നെ പിന്നെയും 35, 40, 50, 60 വയസ്സ് ആ ഒരു ലൂപ്പിൽ, അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പിൽ ലൂപ്പ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ലൂപ്പിലായി പോയിട്ട് കാര്യമില്ല എന്നാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ വഴി, നിങ്ങൾക്ക് നിങ്ങളുടേതായ ലൂപ്പ് കണ്ടെത്തി അതിലോട്ട് മാത്രം സഞ്ചരിക്കുക. നിങ്ങൾക്ക് എന്താണ് ആവശ്യം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ, നിങ്ങളുടെ പാഷൻ, നിങ്ങൾ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നേക്കുന്നത്, അതൊക്കെ മനസ്സിലാക്കി അതിലോട്ട് മാത്രം കടക്കാനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. കാരണം അതെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ മൈൻഡിനെ അങ്ങനെ ആയിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് അങ്ങനെ പോകുള്ളത്. അതിന് കുറേ അധികം മാനസികപരമായിട്ട് ടെൻഷൻ അടിക്കും. കാരണം 1, 2, 3 ദിവസമൊക്കെ നിങ്ങൾ അതിൽ നിന്ന് മാറുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കും. ഭയങ്കരമായിട്ടും മാനസികപരമായിട്ട് ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഭ്രാന്ത് പിടിക്കുന്ന ഒരു സിറ്റുവേഷനും. പക്ഷെ അതെല്ലാം കടന്ന് അതിനെല്ലാം മാറ്റി നിർത്തി അതെല്ലാം തരണം ചെയ്ത് അതിന് നിങ്ങൾ ആസ്വദിച്ച് പുതിയൊരു ലൂപ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അതിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു വേൾഡ് തുറക്കും, അല്ലെങ്കിൽ പുതിയൊരു ലൈഫ് നിങ്ങളുടെ വേൾഡിൽ തുറക്കുന്നൊരു സിറ്റുവേഷൻ ആയിട്ട് കാണും. ആ ലൂപ്പിൽ നിന്ന് ഇറങ്ങണം. കാരണം അതിൽ നിങ്ങൾക്ക് നല്ലതാണ്. മേ ബി റിലേഷൻ എന്തുവാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മെമ്മറീസ് ഓഫ് ലവ്. നിങ്ങളുടെ ചിന്താഗതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ചിന്താഗതികളായിരിക്കും, നിങ്ങളുടെ ഓവർ തിങ്കിങ് ആയിരിക്കാം. ഓരോന്നും ഓരോ ചിന്തകളും എടുത്ത് വെച്ച് കീറി മുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന ഓരോരോ ചിന്തകളായിരിക്കാം. ഒരു ചിന്ത തന്നെ എടുത്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു നെഗറ്റീവ്, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാർമിക് സിറ്റുവേഷൻ, നിങ്ങൾക്ക് പണ്ടുണ്ടായ ഒരു ട്രോമ, ആ ട്രോമാസ് എടുത്ത് വെച്ച് ചിന്തിച്ച് അതിനെ കീറി മുറിച്ച് എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, പിന്നെയും അതിലോട്ട് തന്നെയാണ് കയറി പോകുന്നത്. അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻ അതിനെയൊക്കെ നിങ്ങൾ തരണം ചെയ്യണം. അതിന് തരണം ചെയ്യാനുള്ള കാര്യം ഒരു സൊല്യൂഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ,
അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. പുതിയ ഞാൻ പറയാം, നേരത്തെ പറഞ്ഞ പുതിയ ലൂപ്പ് നിങ്ങൾ കണ്ടെത്തണം. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക, പുതിയ കാര്യങ്ങൾ, യോഗ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, അങ്ങനത്തുള്ള കാര്യങ്ങളിലോട്ട് പോവുക, ജിമ്മിൽ പോവുക. മേ ബി ഭയങ്കരമായിട്ടും ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ, മേ ബി നിങ്ങൾ ഭയങ്കര വിയർത്ത് ചെയ്യാൻ പറ്റണ എന്ത് ജോലി ഉണ്ടോ അപ്പം നിങ്ങൾ അതിൽ കൂടുതലും കോൺസെൻട്രേഷൻ ആവും, നിങ്ങൾ കൂടുതലും ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യും. നിങ്ങൾക്ക് എന്തിനാണോ വിയർക്കാൻ പറ്റുന്നത്, ആ വിയർത്ത് ആ ഒരു എനർജി എല്ലാം ഇറങ്ങിപ്പോൾ, അല്ലെങ്കിൽ വിയർത്ത് നിങ്ങൾക്ക് എന്തിലാണോ വിയർക്കാൻ പറ്റുന്നത് അത് വിയർത്ത് കഴിയുമ്പോൾ നിങ്ങളായിട്ട് മാറും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് നിങ്ങൾ ചെയ്യണം. മേ ബി അതൊരു ജോബ് മീനിങ് ജിമ്മിൽ പോവാം, ഓടാൻ പോവാം, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലോട്ട് കൂടുതലും ചെയ്യണം. മെയിൻലി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാഷൻ എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങളുടെ പാഷനിലോട്ട് മാത്രം കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുക. വേറൊരാൾക്ക് വേണ്ടിയിട്ട് മാക്സിമം ഹാർഡ് വർക്ക്, ആത്മാർത്ഥത കൊടുക്കാണ്ടിരിക്കുക. എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ആത്മാർത്ഥത കൊടുക്കുന്നത് 100%, അതിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും തോൽവി കണ്ടെത്തും. ഓക്കെ, നിങ്ങൾ ഒരിക്കലും ഒരു ശതമാനം പോലും നിങ്ങൾ ഒന്നിലും ആത്മാർത്ഥത എന്ന് പറയുന്ന സാധനം റിലേഷൻഷിപ്പിലായാലും കരിയറിലായാലും ഫിനാൻസിലായാലും പൈസയിലായാലും ആത്മാർത്ഥത എന്ന് പറയുന്ന സാധനം നിങ്ങൾ കൂടുതലും കൊടുക്കാൻ പാടില്ല. മേ ബി അത് നിങ്ങളെ ചതിക്കും. അത് നിങ്ങളൊരു ലൂപ്പിൽ കൊണ്ടുനിർത്തും. നിങ്ങളത് ഭയങ്കരമായിട്ട് ലഹരിയിൽ കൊണ്ട് നിർത്തിയിട്ട് നിങ്ങളെ തന്നെ അത് ചതിക്കും. അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻ. മേ ബി എക്സാമ്പിൾ ഒരു സോൾ മെർജിങ് അല്ലെങ്കിൽ സോൾ കണക്ഷൻ തന്നെ, അല്ലെങ്കിൽ സോൾ അട്രാക്ഷൻ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന സാധനം അത് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടത്തില്ല, ആദ്യത്തെ ടൈമിലൊന്നും കിട്ടത്തില്ല. അതിനുശേഷം നിങ്ങൾ വേണ്ട എന്ന് വിചാരിക്കുന്ന ഒരു സാധനം നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുതരൽ എന്നുള്ളതാണ് ഈ നിങ്ങളുടെ സോളിൻ്റെ ഒരു പരിപാടി. നിങ്ങൾക്ക് ഇപ്പോൾ റിലേഷൻ വേണ്ട നിങ്ങൾ വിചാരിക്കണം, ആ റിലേഷൻ നിങ്ങളെ മുന്നിൽ കൊണ്ടുതരും. ഇനി എനിക്ക് വേണ്ട, ഒരു വർഷം കഴിഞ്ഞിട്ട് ഇനി അവളെ വേണ്ട, ഞാൻ പൂർണ്ണമായിട്ട് നിർത്തുന്ന സമയത്തായിരിക്കും നമുക്കൊരു കോൾ വരുന്നത്. കാരണം അത് സോൾ അട്രാക്ഷൻ. നിങ്ങളെ പറ്റിക്കുമോ ഇല്ലേ എന്ന് നിങ്ങളുടെ സോളിന് മനസ്സിലാവണം. ആ സോളിന് മനസ്സിലായതിന് ശേഷം മാത്രമേ നിങ്ങളുടെ സോൾ നിങ്ങളായിട്ട് കൂടുതൽ അടുക്കത്തുള്ളൂ. നിങ്ങൾക്കിപ്പം ഞാൻ പറയാം, എക്സാമ്പിൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പം കള്ളുകുടി അല്ലെങ്കിൽ ഒരു സിഗരറ്റ് വലി അല്ലെങ്കിൽ ഒരു ഇപ്പം എല്ലാവർക്കും പറ്റുന്ന രീതിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ വിചാരിക്കണം നാളെ തൊട്ട് ഷവർമ കഴിക്കേണ്ട നിങ്ങൾ വിചാരിക്കണം. നിങ്ങളുടെ മുന്നിൽ ആ ഷവർമ എത്തിയിരിക്കും 100%. എങ്ങനെയായാലും നിങ്ങളുടെ മുന്നിൽ ആ ഷവർമ കൊണ്ട് തന്നിരിക്കും. അത് നിങ്ങളുടെ സോളിനുള്ള പവറാണ്, നിങ്ങളുടെ യൂണിവേഴ്സിനുള്ള പവറാണ്. അത് നിങ്ങളുടെ കയ്യിൽ വന്ന് എത്തിയിരിക്കും. അപ്പം അത് വാങ്ങാതിരിക്കുക. നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ സാധനം വേണ്ട എന്ന് തന്നെയാണ്. അത് കയ്യിൽ മുന്നിൽ വന്ന് നിന്നാലും വേണ്ട. ഇപ്പം നിങ്ങളുടെ റിലേഷൻ നിങ്ങൾ മറ്റേ വേണ്ട നിങ്ങളുടെ അടുത്ത് പറയണം. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വരുന്ന സമയത്ത് വേണ്ട എന്ന് പറഞ്ഞ സാധനം പിന്നെ നിങ്ങൾ അതിലോട്ട് തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു പണിയാവും. അപ്പം അത് ചെയ്യാണ്ടിരിക്കുക മാക്സിമം. പിന്നെ ദൈവം കൊണ്ടുതരുമെന്ന് കുറേ അധികം ആൾക്കാർ വിചാരിച്ചു വെച്ചിട്ടുണ്ട്. ഈ ദൈവം കൊണ്ടുതരുമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇങ്ങനെ കൈ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കാം. ഓക്കെ, കൈയും വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കാം. ഓരോന്ന് ചിന്തിച്ച് സമയം പോകും. ഏകദേശം സമയം പോകുന്ന എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലസ് ടു തൊട്ട് നമ്മൾ ചിന്തിച്ച് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു 60-70 വയസ്സിലേക്ക് അങ്ങനെ അങ്ങ് പൊക്കിയോളും. ദൈവം കൊണ്ട് തരും. അതും ആലോചിച്ചിട്ടിരിക്കാം, ദൈവം കൊണ്ട് തരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, കൊണ്ടുതരും, കാത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പം അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസ് ഒരിക്കലും അങ്ങനെ കൊണ്ട് തരത്തില്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ നമുക്ക് ഡിവൈൻ, നമ്മളുടെ എനർജി, നമ്മുടെ സോൾ, നമ്മുടെ ദൈവം നമുക്ക് കൊണ്ട് തരത്തുള്ളൂ. ദൈവം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ദൈവമുണ്ട്, ഒരു എനർജി ഉണ്ട്, ഒരു വെളിച്ചമുണ്ട്, കുറേ അധികം ദൈവമുണ്ട്, ഏലിയൻസ് എല്ലാം. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ കിടക്കുന്നില്ല. അപ്പം ഉണ്ട്. അപ്പം ഇവരൊക്കെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യണം. നമുക്ക് വേണ്ടി വർക്ക് ചെയ്യണം. നമ്മളെ പാഷനിലോട്ട് വർക്ക് ചെയ്യണം. നമ്മൾ മെയിൻലി നമ്മളെ സോളിന് എന്താണോ വേണ്ടത് അത് നമ്മൾ അറിഞ്ഞു കൊടുക്കണം. ഓക്കെ, മേ ബി പലർക്കും പല സംഭവങ്ങളായിരിക്കും വേണ്ടത്. കറക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടുതൽ അടുക്കുക. നിങ്ങളുടെ താല്പര്യം എന്താണോ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ, അതിലും വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ബേക്കിൽ നിന്ന് ഇങ്ങനെ കൈയും കാലും ഒടിഞ്ഞ് ആ വ്യക്തി ഇങ്ങനെ നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഓക്കെ, നമുക്കൊരിക്കലും മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റത്തില്ല. ഒരാളുടെ ഡിപ്പെൻഡ് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ നിലപാട് തെറ്റായിരിക്കാം, ശരിയായിരിക്കാം. നിങ്ങളുടെ ഒരു നിലപാട് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളാണ് അവിടുത്തെ രാജാവ്, കിരീടം വെച്ച് രാജാവ്. കാരണം നിങ്ങൾ തീരുമാനിക്കും ആ രാജാവ്. നിങ്ങൾ കിങ് മേക്കർ ആവണം, രാജാവായിട്ട് കാര്യമില്ല, കിങ് മേക്കറാണ്. രാജാവിനെ രാജാവാക്കണം. ആര് നമ്മുടെ രാജാവാവണം എന്ന് നമ്മൾ തീരുമാനിക്കണം. ഓക്കെ, കിങ് മേക്കർ, കിങ് ആവലും കിങ് മേക്കർ ആണ്. ആര് കിരീടം വെക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം. ഓക്കെ, ആ രീതിയിലോട്ട് വരണം. അടുത്തതായിട്ട് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ മെൻ്റൽ കോൺഫ്ലിക്റ്റ്. നിങ്ങളുടെ മൈൻഡ് തന്നെ നിങ്ങൾക്ക് പല രീതിക്കുള്ള ചിന്താഗതി, അത് ചെയ്യാം, അത് ചെയ്യണ്ട, അത് ചെയ്യാം, അത് ചെയ്യണ്ട. പക്ഷേ സോളിനെ വിശ്വസിക്കുക, ഒറ്റ തീരുമാനം, സത്യത്തിൽ വിശ്വസിക്കുക. അത് ചെയ്യണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണ്ട. പിന്നെ ചെയ്യാമെന്ന് പറയും, അതൊരിക്കലും ചെയ്യാൻ പോലും. ഓക്കെ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. അതായത് മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആണ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വിശ്വസിക്കണം, കൺഫേം നിങ്ങളുടെ മൈൻഡിൽ വിശ്വസിക്കണം. ഇപ്പം അങ്ങോട്ട് പോകണ്ട എന്ന് നിങ്ങൾ ഉറച്ച നിലപാട് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ട് പിടിച്ച് നിൽക്കണം. അതിൽ കുറേ അധികം പ്രശ്നങ്ങൾ വരും. അതിലോട്ട് പോകണം എന്നിങ്ങനെ. കാരണം നിങ്ങളെ അഹങ്കാരം അല്ലെങ്കിൽ നിങ്ങളെ ആ ഈഗോ സെൻസ് അത് വർദ്ധിപ്പിക്കുക,
അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്ത് ഡോപ്പാമിൻ, അത് സെറിട്ടോണിനൊക്കെ കൂട്ടി നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നിങ്ങളുടെ ബ്രെയിൻ്റെ ഒരു പരിപാടി. കാരണം നിങ്ങളത് മുന്നേ അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വളർന്ന സാഹചര്യം അങ്ങനെ ആയത്, അല്ലെങ്കിൽ നിങ്ങളൊരു വലിയ ആളാണ് എന്നുള്ളൊരു സംഭവം, ഒരു അഹങ്കാരമൊക്കെ നിങ്ങളെ മുന്നിൽ കൂട്ടുക എന്നുള്ളതാണ് നിങ്ങളുടെ. കാരണം അത് കൂട്ടിയതിന് ശേഷം നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ സംഭവം. നിങ്ങളെ കൂടുതലും അനുഭവങ്ങൾ കൊണ്ടുതരിക എന്നുള്ളതാണ് ഇതിൻ്റെ പരിപാടി. പക്ഷേ കുറേ അധികം ആൾക്കാർ ഇതിൽ പെട്ടുപോയി കിടക്കുന്ന ആൾക്കാരുണ്ട്. ഇത് എന്താണെന്ന് അറിഞ്ഞുകൂടാ, അത് സിറ്റുവേഷൻ എന്താണെന്ന് അറിഞ്ഞുകൂടാണ്ട് കിടക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ട്. ഇത് ഞാൻ പേഴ്സണൽ ട്രേഡിങ് എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ഞാൻ കുറേ അധികം ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്ത കുറേ അധികം കാര്യങ്ങളാണ്, ഇങ്ങനെ ചെയ്യണം അങ്ങനെ. പക്ഷേ അവർക്കത് മനസ്സിലാവാത്ത കുറേ അധികം കാര്യങ്ങളും ഉണ്ട്. കാരണം ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. ഈ കാർഡ് ഫുള്ളും ഉള്ളത് നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളുടെ റിലേഷൻ ആവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ആളിലോട്ട് പോവുക, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. നിങ്ങളുടെ സോളിൽ നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങൾ മനസ്സെന്താണോ പറയുന്നത്, നിങ്ങളുടെ സോൾ എന്താണോ പറയുക, അതിലോട്ട് മാത്രം കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെന്റൽ കോൺഫ്ലിക്റ്റ്, ഡിപ്രഷൻ അങ്ങനത്തെ ഉള്ളതൊന്നും വരത്തില്ല. ഡിപ്രഷൻ കാര്യങ്ങളെങ്കിലും വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളായിട്ട് വരുത്തി വെക്കുന്ന, ഇതൊന്നും നിങ്ങൾക്ക് വെളിയിൽ നിന്ന് കിട്ടുന്നതോ അല്ലെങ്കിൽ വെളിയിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുതരുന്നതോ അല്ല. ഇതെല്ലാം നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളായിട്ട് ചെയ്തു വെക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങളുടെ വിധി തീരുമാനിക്കുന്ന നിങ്ങളാണ്. നിങ്ങളുടെ വിധി നിശ്ചയിക്കുന്ന നിങ്ങളുടെ തീരുമാനങ്ങളാണ്. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞുതരാം. നാളെ നിങ്ങൾക്കൊരു ജോലി വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഇന്റർവ്യൂവിന് പോകണം. അങ്ങനെ ഇന്റർവ്യൂവിന് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിക്കണം ആ ഇന്റർവ്യൂവിന് പോകണമെന്ന്. നിങ്ങൾ അങ്ങനെ തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ രാവിലെ എണീച്ച് നിങ്ങളവിടെ പോയി ജോലിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ അതിന് പഠിച്ച് കോൺഫിഡൻ്റ് ആയിട്ട് അതിന് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ജോലി കിട്ടും. ഓക്കെ, അത് നിങ്ങളുടെ തീരുമാനം. നിങ്ങളുടെ ഇപ്പോൾ റിലേഷൻ ആയാലും നിങ്ങൾ വേണ്ടെന്ന് വിചാരിച്ചാൽ ആ റിലേഷൻ ഇല്ല. നിങ്ങൾ പിന്നെ അവസാനം ഇരുന്ന് കരഞ്ഞിട്ട് ഡിപ്രഷൻ അടിച്ചിട്ട് ഇതിൻ്റെ വിധിയായി പോയെന്നല്ല, നിങ്ങൾ ആദ്യം എടുത്ത തീരുമാനം. നിങ്ങൾ അന്ന് അവിടെ വെച്ചിട്ട് ഈ കൊച്ച് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എനിക്ക് വേണം, ഞാൻ ഓക്കെ പറഞ്ഞ സമയത്ത് തീരുമാനിക്കണം. നിങ്ങളുടെ വിധി അതായിരുന്നു തീരുമാനിക്കുന്ന സമയത്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ അവിടെ ഉണരുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പം അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് വരുന്നത്. അടുത്തതായി എന്ന് പറയുമ്പോൾ ട്രസ്റ്റ്. മെയിൻലി നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ട്രസ്റ്റ് വേണം. നിങ്ങൾക്ക് ദൈവത്തിലെ ട്രസ്റ്റ് വേണം, നിങ്ങൾക്ക് നിങ്ങളെ ട്രസ്റ്റ് വേണം. കൂടുതലും നിങ്ങൾക്ക് നിങ്ങളെ ട്രസ്റ്റ് വേണം. നിങ്ങളുടെ ഓരോ ചിന്താഗതി, നിങ്ങളുടെ ഓരോ എന്താ പറയുക തീരുമാനങ്ങൾ, നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ, നിങ്ങൾ പോകുന്ന വഴി, ഇതിലെല്ലാത്തിനും നിങ്ങൾക്കൊരു ട്രസ്റ്റ് വേണം. അതേ കണക്ക് തന്നെ യൂണിവേഴ്സൽ ട്രസ്റ്റ് വേണം. എല്ലാത്തിനും ഓരോ ട്രസ്റ്റ് വേണം. കൂടെ നിൽക്കുന്ന ആൾക്കാരിലെ ട്രസ്റ്റ് വേണം. ആരെയും വിശ്വസിക്കാണ്ടിരിക്കരുത്, എല്ലാവരും വിശ്വസിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിച്ച് പണി തന്നു പോയി കഴിഞ്ഞാൽ ഇതൊരു യൂണിവേഴ്സലാണ്. അവർക്ക് തന്നെ പണി കിട്ടിക്കൊണ്ട് പോകുന്നേ ഉള്ളൂ. ഓക്കെ, ദൈവത്തിൽ വിശ്വാസം വേണം, ആ ഒരു എനർജിയിൽ വിശ്വാസം വേണം. ഓക്കെ, അങ്ങനെ. അപ്പോൾ ട്രസ്റ്റ്, ട്രസ്റ്റ് എന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ട്രസ്റ്റ് വേണം. ഓക്കെ, ഞാനിത് പറഞ്ഞുകൊണ്ട് ഇത് ആരും ചേഞ്ച് ആവും എന്നുള്ള എനിക്കൊന്നുമില്ല. ചേഞ്ച് ആവുമായിരിക്കാം, ചേഞ്ച് ആവാതിരിക്കാം. പക്ഷെ ചേഞ്ച് ആയാൽ നിങ്ങൾക്ക് തന്നെയാണ് ഉപയോഗം. ഞാൻ 100% പറയുന്നത്, ഈ ഒരു വീഡിയോ കേട്ട് നിങ്ങൾ ചേഞ്ച് ആകണമെന്നുണ്ടെങ്കിൽ 110% നിങ്ങളൊരു വാതിൽ അവിടെ തുറന്നു തരും. ഈ കറക്കുന്ന പോയിന്റ് നിങ്ങൾക്ക് മാറി നിങ്ങൾ ഇതിലോട്ട് കാണുന്നുണ്ടോ? ഈ പോയിന്റ് മാറി ഇതും മാറി, നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് കടന്നു, ഇതും കടന്നു, അടുത്ത വഴി നിങ്ങൾക്ക് തുറന്നു തരും. നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ഉദ്ദേശിച്ച എല്ലാ സംഭവങ്ങളും ഉണ്ട്. നിങ്ങൾക്കറിയാം എന്താണ് ചെയ്യേണ്ടത്, എന്താണ് വേണ്ടത്. ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കൂ ആ റിലേഷൻ എല്ലാം എന്താണ് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഓക്കെ, എന്നും പറഞ്ഞിട്ട് ഞാൻ നാളെ ലവ് റീഡിങ് ചെയ്യാണ്ടെന്ന് ഇരിക്കത്തില്ല. ഞാൻ നാളെ തൊട്ട് ലവ് റീഡിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. അതെൻ്റെ ജോബാണ്. നിങ്ങൾ നന്നാവേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടേതായ പോയിന്റ് കണ്ടുപിടിച്ച് അതിലോട്ട് കടക്കേണ്ടത്, അത് നിങ്ങളുടെ തീരുമാനമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ബെനിഫിറ്റിന് വേണ്ടിയായിരിക്കണം നിങ്ങളെപ്പോഴും ഇതാവേണ്ടത്. ഓക്കെ, അടുത്തതെന്ന് പറയുമ്പോൾ റൊമാൻസ്. ഈ റൊമാൻസ് എന്ന് പറയുമ്പോൾ ഫെമിനിൻ എനർജി മസ്കുലർ എനർജി. നിങ്ങളുള്ളിൽ തന്നെ 2 എനർജീസ് ഉണ്ട്. അത് ആദ്യം കണ്ടുപിടിക്കുക. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന എനർജി ഏതാണ്? ആണിൻ്റെ എനർജി ആയിരിക്കാം, പെണ്ണിൻ്റെ എനർജി ആയിരിക്കാം. ഈ ഒരു എനർജീനെ സ്നേഹിക്കുക. പെണ്ണിൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആണുങ്ങളെ സംബന്ധിച്ച് കുറേ അധികം ആണുങ്ങൾക്ക് പെണ്ണുങ്ങളൊരു സംസാരം, പെണ്ണുങ്ങളുടെ രീതി, പക്ഷേ അത് അവർ കൂടുതലും എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊരു പെണ്ണാളൻ അല്ലെങ്കിൽ ഗേ, ബൈസെക്ഷൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നല്ല പറഞ്ഞത്. അവർക്ക് ഇഷ്ടം അങ്ങനെ പെണ്ണുങ്ങളടുത്ത് കൂടുതലും സംസാരിക്കാൻ പറ്റും. പക്ഷേ അതായിരിക്കാം അവർക്ക് എല്ലാം, കാരണം അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു പെണ്ണാണ്. അപ്പോൾ അവർക്ക് അങ്ങനത്തുള്ള കാര്യങ്ങളായിരിക്കും താല്പര്യം. എങ്കിൽ അങ്ങനത്തുള്ള താല്പര്യങ്ങളോട് കൂടുതലും ഫോക്കസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളുടെ രീതിയിലായിട്ട് മാത്രം പോകണമെന്നല്ല. അല്ലെങ്കിൽ ആണുങ്ങളുടേതായ രീതിക്ക് മാത്രം. ചില പെണ്ണുങ്ങൾക്ക് ഭയങ്കര ധൈര്യമായിരിക്കും, ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും, ബൈക്ക് കൊടുത്തുകൊണ്ട് പോകും. പക്ഷേ അതൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്യണം, അങ്ങനെ പോകണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒന്നൊരു പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊച്ചിലെ വിചാരിച്ചാണ് എനിക്കൊരു ആണാവാൻ പറ്റിയിരുന്നെങ്കിൽ. മാനിഫെസ്റ്റേഷൻ സക്സസ് ആയതായിരിക്കാം. കൊച്ചിൽ നിങ്ങൾ അങ്ങനെ വിചാരിച്ച് ആഗ്രഹിക്കുന്ന സാധനം നിങ്ങൾക്ക് യൂണിവേഴ്സലായിട്ട് കൊണ്ട് തന്നതായിരിക്കാം. ഓക്കെ, അപ്പോൾ അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ഉള്ളിൽ ആരാണോ ഉള്ളത് നിങ്ങളുടെ ഇന്നർ വോയിസ് കേൾക്കണം. വെറുതെ ഇരിക്കുന്ന, നിങ്ങൾ ബാത്റൂമിലൊക്കെ പോയിരിക്കുന്ന സമയത്തായിരിക്കും കൂടുതലും നിങ്ങളുടെ സോൾ നിങ്ങളുടെ അടുത്ത് കോൺടാക്ട് ചെയ്യുന്നത്. കാരണം എന്താണ്,
നിങ്ങൾ അവിടെ മാത്രമേ ഒന്നും യൂസ് ചെയ്യാണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങൾ ചിന്തിക്കുകയുള്ളൂ. നിങ്ങൾ കുറേ അധികം കാര്യങ്ങൾ ചിന്തിക്കുന്ന സമയം അതായിരിക്കും, ചിന്തിക്കുന്ന ടൈം അതായിരിക്കും. ബാത്റൂമിൽ നിന്ന് കുളിക്കുമ്പോൾ, വെള്ളത്തോട് അടുക്കുമ്പോൾ, വെള്ളം ഒന്ന് കുളിക്കുന്ന സമയത്തേക്കായിരിക്കും നിങ്ങൾ കൂടുതലും ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്ന വർക്കുകൾ. ഒന്ന് കുളി, 2 ബാത്റൂമിൽ പോക്ക്, അത് രണ്ടും മാത്രമായിരിക്കാം കൂടുതൽ നിങ്ങൾ എൻജോയ് ചെയ്ത്. കാരണം നിങ്ങളുടെ സോളിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവങ്ങളാണ് ഈ രണ്ട് സംഭവങ്ങൾ, വെള്ളം അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ. അടുത്തതായി എന്താ അടുത്തത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു കാർമിക് വേൾഡാണ്. അതായത് ഒരാൾ ഇവിടെ, നിങ്ങൾ ഈ വീഡിയോ ഇത് കാണാൻ പറ്റുമായിരിക്കും. ഇവിടെ നിന്ന് ഒരാൾ അടിക്കുന്നു, അവിടെ നിന്ന് വേറൊരുത്ത് അടിക്കുന്നു, ഇവിടെ നിന്ന് വേറൊരുത്ത്, എല്ലാവരും തമ്മിൽ അടി കൂടിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും അടി കിട്ടുന്നുണ്ട്. കാരണം ഇതൊരു കാർമിക് വേൾഡ്, അല്ലെങ്കിൽ ഇവിടെ കർമ്മ കിട്ടുന്നുണ്ട്, ഇവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും നിങ്ങൾ അതിലോട്ട് പോയി എടുത്തു ചാടാണ്ടിരിക്കുക. ഇതിൻ്റെ അകത്ത് കൂടുതലായി പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ, നിങ്ങളുടെ ആവേശം കൊണ്ട് നിങ്ങൾ എടുത്തു ചാടുന്ന, നിങ്ങൾ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങൾ, നിങ്ങൾ എടുക്കുന്ന ഓരോരോ ഡിസിഷൻസ്, അങ്ങനെ ഒന്നും ചെയ്യാണ്ടിരിക്കുക. കാരണം നിങ്ങൾക്ക് ഈ ഒരു ഫൈറ്റ് ഇവിടെ ഉണ്ടാകാതെ ഇരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഇടപെടാണ്ടിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഈ ഒരു കാർമിക്കിൽ നിന്ന് നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ നൈസായിട്ട് എസ്കേപ്പ് ആയി പോവാം. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ആ പ്രശ്നത്തിൽ ചെന്ന് നിങ്ങൾക്ക് അതിൽ ഇടപെടാണ്ടിരിക്കാം, അല്ലെങ്കിൽ നല്ല തീരുമാനം, ഒരാളുടെ തീരുമാനമായിരിക്കാം മേ ബി ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടോ, ഒരാളുടെ ഡിസിഷൻ ആയിരിക്കാം ഇത്രയും പ്രശ്നമുണ്ട് ഒരു റിലേഷൻഷിപ്പിൽ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നിങ്ങളുടെ ഹസ്ബൻഡ്, നിങ്ങളുടെ വൈഫ്, നിങ്ങളുടെ ഒരാളുടെ ഡിസിഷൻ ആയിരിക്കാം നിങ്ങളുടെ ഫാമിലിനെ ഫുൾ, ഒരു ഫാമിലി, ഒരു കൊച്ചിൻ്റെ കുടുംബം. ഒന്ന് ആലോചിക്കുക മതി. ഇപ്പം നിങ്ങളുടെ ഒരു തീരുമാനം, നിങ്ങളിപ്പോൾ ഡിവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുകയാണെങ്കിൽ 2 കൂട്ടർ പോയി, ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും പോയി, ഫാമിലി മറ്റേവരുടെ വീട്ടുകാരും പോയി, കുറേ അധികം പ്രശ്നങ്ങളിവിടെ ഉണ്ടായി. റിലേഷൻഷിപ്പിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, നിങ്ങളുടെ മക്കളുടെ ജീവിതം, കുറേ അധികം സിറ്റുവേഷൻസ് അങ്ങനെ അങ്ങ് പോകും. അപ്പം ഈ ഒരു അടി ഉണ്ടാവുന്ന ഒരാളുടെ തീരുമാനം കൊണ്ടായിരിക്കും. കണ്ടോ, ഒരാളുടെ തീരുമാനം കൊണ്ടായിരിക്കും 5 പേര് തമ്മിൽ അടി ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഫാമിലി തമ്മിലുള്ള ഇഷ്യൂസ് ഉണ്ട്. അപ്പം നിങ്ങളുടെ തീരുമാനങ്ങൾ അത് ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കാം, മാക്സിമം ശ്രമിച്ചു. അത് പറഞ്ഞു തീർക്കുക. അത് ഞാൻ പറഞ്ഞു തരുന്നത് വെച്ചാൽ, പ്രശ്നം ഉണ്ടാവാണ്ടിരിക്കണമെങ്കിൽ ആ സമയത്ത് തന്നെ അത് പറഞ്ഞു തീർക്കണം. ആ സമയത്ത് അത് പറഞ്ഞ് തീർത്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ എന്താണോ പ്രശ്നം ഉണ്ടാകുന്നത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്, ചെന്ന് പറയുക. അത് അങ്ങോട്ട് പോണെങ്കിൽ പോട്ട്, അത്രയേ ഉള്ളൂ. എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നം അതങ്ങ് ചെന്ന് പറഞ്ഞു തീർക്കുക. അങ്ങനെയാണ് പ്രശ്നം, എനിക്ക് നിന്നെ വേണ്ടെന്നുണ്ടെങ്കിൽ വേണ്ടെന്ന് പറയുക. അപ്പം അവിടെ തീരുമാനം പറയാം. അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവാണ്ടിരിക്കാൻ മാക്സിമം അത് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്താണ് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഈഗോ പ്രശ്നം, ഇപ്പം നിങ്ങളിപ്പം ഒരു റിലേഷൻഷിപ്പിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് വേറെ തേർഡ് പാർട്ടി വന്നിട്ടുണ്ടെങ്കിൽ ചെന്ന് പറയുക, ഇങ്ങനെ തേർഡ് പാർട്ടി ഉണ്ട്, നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ചോദിക്കുക. അല്ലെങ്കിൽ മനസ്സിൽ വെച്ച് അതിനെക്കുറിച്ച് പെരുമാറി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അത് വേറൊരു രീതിയിൽ പോകും. അത് ഈഗോസിൻസ് അടിയാവും, ലാസ്റ്റ് ഇതിലേക്ക് കലാശിക്കുള്ളൂ. അപ്പം അതും ഒന്ന് ശ്രമിക്കുക റിലേഷൻഷിപ്പ്. അപ്പം ഞാൻ ഈ പറഞ്ഞതിനെ കുറിച്ച് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നം. ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളായിരിക്കാം, മേ ബി എല്ലാവർക്കും ഈ പ്രശ്നങ്ങളാണ്, എല്ലാവർക്കും ഈ പ്രശ്നങ്ങളുണ്ട്. അപ്പം അതിനൊക്കെ തരണം ചെയ്യാനാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ആ ലൂപ്പിൽ നിന്നൊക്കെ മാറി നിങ്ങളുടെ ലൂപ്പ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ അഡിഷൻസ് ഒക്കെ മാറ്റി നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾ തിരിച്ചു കയറുക. നിങ്ങളുടെ ഡിസിഷൻ, നിങ്ങളുടെ മെമ്മറി പവർ, നിങ്ങൾ ആ മൈൻഡിനെ നിങ്ങൾ കൺവേർട്ട് ചെയ്ത് കുറച്ച് നാൾ നിങ്ങൾ ഭയങ്കര ടെൻഷൻ അതിലോട്ട് ഇറങ്ങാണ്ടിരിക്കാൻ. ഫോണൊക്കെ ചിലപ്പോൾ യൂസ് ചെയ്യാൻ ഭയങ്കര പാട് യൂസ് ചെയ്യേണ്ടിരിക്കാൻ. നിങ്ങൾ ഫോൺ യൂസേജ് ഒക്കെ ഒന്ന് കുറച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ അഡിക്ഷൻ. സോഷ്യൽ മീഡിയസ് കുറച്ചൊന്ന് മാറ്റി നിങ്ങൾക്ക് മനസ്സിലാവും ആ അഡിക്ഷൻ എവിടം വരെ നിങ്ങളെ കൊണ്ടുപോയി. ബിസിനസ് ആരാണ് നിങ്ങളെ കളിക്കുന്നത്, ബിസിനസ് ആരും വരെ നിങ്ങളെ വെച്ച് ഭയങ്കര യൂസ് ചെയ്യും. കാരണം അവർ നിങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, നിങ്ങൾ അവർക്ക് വേണ്ടി ജീവിക്കുന്നില്ല. അപ്പം അതാണ് എൻ്റെ പറയാൻ. കാരണം ഈ യൂണിവേഴ്സ് അങ്ങനെയാണ്, നിങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് എല്ലാവരും നിങ്ങളെ വെച്ച് കളിക്കാൻ വേണ്ടി നിൽക്കുന്ന ഓരോ ടീംസുകളാണ്. ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നിങ്ങളെ വെച്ചിട്ട് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാൾക്കാരുണ്ട്. നിങ്ങളെല്ലാവരും ഈ ഒരു, കാരണം ഈ യൂണിവേഴ്സ് അങ്ങനെയാണ്. ഇതിൽ നിങ്ങൾ ചേഞ്ച് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തീരുമാനം, നിങ്ങളുടെ ലൈഫ് സ്റ്റൈല്, നിങ്ങളുടെ സോൾ എന്താണോ പറയുന്നത്, നിങ്ങളുടെ മാറ്റം, നിങ്ങൾ ചേഞ്ച് ആവണം. എങ്കിൽ മാത്രമേ ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായി നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. ആൾക്കാർ കൂടെ, നിങ്ങൾ ചേഞ്ച് ആയാലും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ, നിങ്ങൾ പോകുന്ന വൈബിനനുസരിച്ചുള്ള ആൾക്കാർ മാത്രമേ നിങ്ങളുടെ ലൈഫിലോട്ട് വരുള്ളൂ. 110% പറയാം, നിങ്ങൾ പോകുന്ന വഴിയിലുള്ള ആൾക്കാർ മാത്രമേ, നിങ്ങൾ എന്താണോ ആ വഴി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഉള്ള ആൾക്കാർ മാത്രമേ, ആ ഒരു എനർജിയിലുള്ള ആൾക്കാർ മാത്രമേ നിങ്ങളുടെ ലൈഫിലൂടെ. നിങ്ങളൊരു നെഗറ്റീവ് പോയിന്റിലാണ് പോയിക്കൊണ്ട് നെഗറ്റീവുള്ള ആൾക്കാർ വന്നുകൊണ്ടിരിക്കും, പോസിറ്റീവിലുള്ള ആൾക്കാരാണെങ്കിൽ പോസിറ്റീവുള്ള ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇതെല്ലാം ചേഞ്ച് ആവുന്നൊരു സമയം വരും, അതും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 100% ഇതെല്ലാം ചേഞ്ച് ആക്കാം. അതിന് നിങ്ങൾ ചേഞ്ച് ആകണം. നിങ്ങൾ ചേഞ്ച് ആയാൽ മാത്രമേ യൂണിവേഴ്സിൽ നിങ്ങൾക്ക് വേണ്ടി ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. ആ ലൂപ്പ് മാറ്റി നിങ്ങൾ അവർ കാണുന്നുണ്ടോ നിങ്ങൾക്ക് വേണ്ടി അവർ നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാം. സ്പിരിച്വാലിറ്റി എല്ലാം ഓക്കെയാണ്. ഇപ്പം നിങ്ങൾ ഇത്ര സ്പിരിച്വാലിറ്റി കയറി, നിങ്ങൾ ഇത്ര റീഡിംഗ് ആണ്, നിങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങൾ ആലോചിച്ചാണോ എനിക്ക് മാത്രം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നത്, എനിക്ക് എന്തുകൊണ്ട് നിങ്ങൾ ചേഞ്ച് ആണോ? 100% നിങ്ങൾ വേണ്ട. ഞാൻ പറഞ്ഞ സോൾ മാരേജ്, ഞാൻ ഇതിനകത്ത് ഓരോരോ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു, നിങ്ങൾ അത് ഓരോന്നും ഒന്ന് എടുത്തു വെച്ച് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാവും. അല്ലാണ്ട് ഫോണും കുത്തിയിരുന്ന് ഫോണും നോക്കിയിരുന്ന് നിങ്ങൾ അതിലോട്ട് അഡിക്ഷനായി പോകും. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ അഡിക്ഷൻ, ആ അഡിക്ഷൻ മാറ്റി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. അപ്പം നിങ്ങൾക്ക് കറക്റ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾ കണക്റ്റഡ് ആവും.
നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നേക്കുന്നത്, നിങ്ങളുടെ പാത എന്താണ്. ബാക്കിയുള്ളവരൊക്കെ നിങ്ങളെ വെച്ച് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മാത്രമേ എനിക്ക് പറയും. ഈ മനുഷ്യന്മാരെ വെച്ച് ബാക്കിയുള്ള ബിസിനസ് കളിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ പറഞ്ഞ കോള കമ്പനി, ബിസിനസ്സുകാരന്മാർ, ഫോണ്, ഗൂഗിള് എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് അവർ ജീവിക്കുന്നത്. കാരണം നിങ്ങളുടെ പൈസ അവർക്ക് വേണം എന്നുള്ള രീതിയിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ച് നിങ്ങൾക്ക് വേണ്ടിയുള്ള പൈസ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് വേണ്ടിയുള്ള ബിസിനസ് എന്തുമാവാം. പലർക്കും പലതുമാവാം. ചിലപ്പോൾ റൈഡേഴ്സ് ആവാം, ചിലപ്പം ബിസിനസ് ആയിരിക്കും ചിലരുടെ ആഗ്രഹം. അതിനുവേണ്ടി നിങ്ങൾ ആഗ്രഹിച്ച് അതിലോട്ട് മാത്രം പോകുക. അല്ലാണ്ട് ഈ ഒരു ഇതിൽ നിങ്ങൾ എന്തിലാണ് നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങളുടെ ടൈം അതിലൊന്നും ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാണ്ട് നിങ്ങളുടേതായ കാര്യം, നിങ്ങളുടേതായ പാഷൻ അതിലോട്ട് മാത്രം പോകാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ശ്രമിക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ വിചാരിക്കുന്നു കുറേ അധികം ആൾക്കാരെങ്കിലും ഇതുവഴി ചേഞ്ച് ആവുമെന്ന് വിചാരിക്കും. കാരണം ഞാനിപ്പം ഈ ഒരു റീഡിങ് പറയാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലാവസ്ഥ നമുക്ക് സപ്പോർട്ടായിട്ട് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഫുള്ള് ഈ ഒരു ലൂപ്പിൽ കയറ്റാം, അല്ലെങ്കിൽ ഈ ഒരു ഇതിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന കുറേ അധികം ആൾക്കാരെങ്കിലും ഈ ഒരു ടൈമിൽ ചേഞ്ച് ചെയ്യണം. കാരണം യൂണിവേഴ്സൽ അതിനുവേണ്ടി നന്നായിട്ട് നിൽക്കുന്നുണ്ട്, കൂടെ നിൽക്കുന്ന ഒരു ടൈമായിട്ടാണ് കാണാൻ പറ്റുക. മഴ കാര്യങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ സോളിനെ മെർജ് ആയി, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് കൂടുതലും അട്രാക്റ്റഡ് ആവും, നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കി നിങ്ങൾക്ക് പുതിയൊരു ലോകം, നിങ്ങളുടേതായ ലോകം എന്താണ്, നിങ്ങൾക്ക് നിങ്ങളുടെ വേൾഡ്, നിങ്ങളുടെ ഫാന്റസി വേൾഡ് നിങ്ങൾക്ക് തുറക്കാൻ പറ്റും. അതിലോട്ട് സഞ്ചരിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, പാഷൻ എല്ലാം നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുക. അപ്പം നിങ്ങൾക്ക് പുതിയ 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 വാതിലുകൾ തുറന്ന് നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാം യൂണിവേഴ്സ്, നിങ്ങൾ പോലും ചിന്തിക്കാൻ നിങ്ങൾക്ക് യൂണിവേഴ്സ് എല്ലാം വാരിക്കോരി തരും. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഓക്കെ, ടാറ്റ ബൈ, അടുത്ത വീഡിയോയിലോട്ട് കാണാം.